നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ എന്താ പ്രശ്നം. ഭാരത് ബെൻസ് കൊഴിഞ്ഞത് അല്ലെങ്കിൽ ഭാരത് ബെൻസിന്റെ മാനം പോകും. സുൽത്താൻ ബത്തേരി നല്ല പഴുത്ത് നോക്കി പൊട്ടിക്കേ. അടിവാരം എത്തിയിട്ട് നമ്മൾ എങ്ങനെ നോക്കിയിട്ട് അടിക്കാൻ കിട്ടണില്ലേ. ഇത് ചിലപ്പോൾ പൊട്ടി പോകുന്നൊക്കെ പറഞ്ഞത് ഇതാണ് നമുക്കൊട്ട് അറിയാറിയിട്ടൊന്നുമില്ല. ഇത് കണ്ടോ ഇവിടെ നല്ല പൊട്ട് പൊട്ടി. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് വയനാട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ലോഡ് ഇറക്കാനായിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആവും ഇറക്കാനുള്ള ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. പൂരി ഉണ്ട്. ഒരു പൂരി മതിയിട്ട് എനിക്ക്. നിനക്കെന്ത് 2 പൂരിയോ? എനിക്ക് ഒരു പൂരി മതി ചേട്ടാ. ഒരെണ്ണം തിന്നട്ടെ, എന്നിട്ട് പറ്റുമെങ്കിൽ തിന്ന. അത്ര വലിയ പൂരി ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടില്ല. ഇത് വലിയ പൂരിയായി. പൂരി വേണം അല്ലേ? പൂരിയായി. നമ്മുടെ അവിടെ ചെറിയ പൂരിയാവുന്നു. ഇത് കൊണ്ട പൂരിയാണ്. ഞാൻ പൂരി മാത്രം. അജീഷ് പൂരിയും പുട്ടുമോ? ഇതെന്ത് കോമ്പിനേഷനാണത്? പൂരിയും പുട്ടും. ഇതിപ്പോൾ കോമ്പിനേഷൻ ഒന്നുമില്ല. ശരിക്കും പൂരി മസാലയാവണം. ചേട്ടൻ പൂരി മുട്ടക്കറി തരാമെന്ന് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, കിട്ടുന്നത് കഴിക്കന്നെ. അലമാരിയിൽ പൂരിയാണ് ഞാൻ അങ്ങനെ ചുട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അപ്പം വേണം നെയ്റസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കാം. ഇനിയിപ്പോൾ അവർ ഇറക്കാനുള്ള ആൾക്കാർ എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല. വന്നിട്ട് ഇത് ഇറക്കണം. അതിന് മുന്നിപ്പോൾ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷമാക്കി ഇനി ഇരിക്കാം അല്ലേ? ഐഷു ഹാപ്പി അല്ലടാ? അത്ര ഹാപ്പി അല്ല. ഉറക്കം വരില്ല. കിടന്നുറങ്ങിക്കോ. ആരും നിന്നെ ശല്യപ്പെടുത്തില്ല. വണ്ടി പോയി കിടന്നുറങ്ങിക്കോ കേട്ടോ. നല്ല ചൂടാ. എവിടെ? അതവിടെ കയറി സുഖമായിട്ട് കിടന്നുറങ്ങാട്ടോ. അതിനുള്ള സ്ഥലമുണ്ട്. ശരിയാ. അവിടെ കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ട്, ബാത്റൂം സൗകര്യമുണ്ട്, കുളിക്കാനുള്ളതുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ച നേരെ അതിൻ്റെ മുകളിൽ കയറി കിടന്നുറങ്ങാം. ഗായ്സ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടേന്ന് പറഞ്ഞിട്ട് അവർ ലോഡ് ഇറക്കി തന്നു കേട്ടോ. 1 മണിയായപ്പോഴേക്കും അവർ ലോഡ് ഇറക്കി തന്നു. വണ്ടി കാലിയാക്കി. അവർ പറഞ്ഞു 3 മണി 4 മണി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇറക്കി തന്നപ്പോഴേ ഭയങ്കര ഒരു സന്തോഷമായി എന്ന് പറയില്ലേ. അപ്പോൾ നമ്മളുടെ പരിപാടികൾ അവർ പെട്ടെന്ന് കഴിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തത് ഒരു ടയറിൻ്റെ കട ഉണ്ടായിരുന്നു. അപ്പോൾ ടയറിൻ്റെ കടയിലേക്ക് വന്ന് നമ്മുടെ ഇന്നലെ പഞ്ചറായ ടയർ നമ്മൾ ഇവിടെ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നിറയ്ക്കല്ല, അഴിക്കാൻ വേണ്ടി പോവുകയാണ്. അഴിച്ചിട്ട് നോക്കട്ടെ എന്താണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു സംഭവം നോക്കി നോക്കാം. പിന്നെ ഇവിടെ മറ്റേ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് അഴിച്ച് നോക്കിയിട്ട് എന്താ പറ്റിയെന്നുള്ളത് മനസ്സിലാക്കട്ടെ. അജീഷ, നീ ഒരിക്കലും വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് സാധനം സെറ്റാവുമെന്ന്? അവിടുന്ന് ലോഡ് ഇറക്കി തീരുമെന്ന് വിചാരിച്ചോ? നീ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും കാര്യമൊക്കെ ഇല്ലേ? അതാണ് ഞാൻ അവരോട് പറഞ്ഞു വേഗം ഇറക്കിക്കോ ചേട്ടാ. ഡ്രൈവർ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവാൻ അലമ്പുണ്ടാക്കും. അപ്പോൾ അത് കാരണം വേഗം ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇല്ലേ അവർ ചാടി ആ സാധനം ശരിയാക്കി വന്നു. അതാണ് ഉണ്ടായത്. ഹിന്ദിക്കാരൻ ഇനിയിപ്പോൾ അറിയില്ലാണോ? പയ്യാ ഹിന്ദി मुझे हिंदी थोड़ा मालूम है. प्रॉब्लम नहीं है? रिटर्न प्रॉब्लम. मुझे भी ഹിന്ദി का थोड़ा ऐसा प्रॉब्लम है. അപ്പോൾ പ്രശ്നമില്ല, നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖില്ല. നിനക്ക് മലയാളം കുറേശ്ശെ അറിയാൻ പറയാം, എനിക്ക് ഹിന്ദി കുറേശ്ശെ അറിയാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ജാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്, സെറ്റാക്കുന്നുണ്ട്. ഇവൻ എന്തായാലും അഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു ഒക്കെ സെറ്റ് ചെയ്ത് തരാൻ ചേട്ടാ വണ്ടി നിർത്ത്, ഞാൻ ക്ലീനാക്കി തരാമെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്യും. ആദ്യത്തെ കേസ് ഇതാണ്. പിന്നെ ഗ്രീസ് അടിക്കണം. ഗ്രീസ് അടിക്കാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം എവിടെയാണെന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ വല്ല ഓട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പെടും. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? ചോട്ടു. കിധർ സേ? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. ചോട്ടു എന്ന് കുറേ ആൾക്കാർക്ക് പേരുണ്ടല്ലോ വെസ്റ്റ് ബംഗാളിലെ. അജീഷ് നിൻ്റെ പേര് മാറ്റി ചോട്ടു എന്ന് കേട്ടോ. എനിക്ക് അതാ ഇഷ്ടം. ഞാൻ നിന്നെ ചോട്ടു എന്ന് വിളിക്കട്ടെ എന്നാ. इसलिए आपका कौन नाम कौन सा है? साहिब. वो अच्छा वाला नाम है ना. ठीक है. छोटू भी अच्छा है, दोनों अच्छा है. കുഴപ്പമില്ല. ഞാനങ്ങനെ ഹിന്ദി പറഞ്ഞ് പഠിക്കട്ടെ. അപ്പോൾ എന്തായാലും സംഭവം എന്താണ് പറ്റിയിട്ടുള്ളത് എന്നുള്ള ആകാംക്ഷ നടന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത്ര നല്ല ടയർ എങ്ങനെ പൊട്ടി എന്നുള്ളത് അറിയില്ല. പ്ലാപ്പ് കടിച്ചു. വീഡിയോയെ യൂട്യൂബ് സീരിയസ് ആയിട്ട് യൂട്യൂബാണെന്ന് ചോദിക്കുന്നത്. പ്ലാപ്പ് കടിച്ച് പഞ്ചറായതാടാ മോനെ. പ്ലാപ്പ് ഹേ. നീ പറഞ്ഞ കറക്റ്റായി. പ്ലാപ്പ് കടിച്ചിട്ട് നമ്മൾ പൗഡർ ഇട്ട് നിറച്ചോളൂ. കുത്തണ്ടേ? अच्छा से वो ड्रेस दूसरा ड्रेस लेके ड्रेस प्रॉब्लम नहीं है. प्रॉब्लम नहीं है. എല്ലാം കരോ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇവനൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ പ്ലാപ്പ് വേറെ ഒരെണ്ണം എടുത്തു കൊടുക്കട്ടെ. പഞ്ചറായത് എവിടെയാന്ന് നോക്കട്ടെ. പഞ്ചർ പ്ലാപ്പ് കടിച്ചിട്ട് എവിടെയാണ് പഞ്ചറായിട്ടുള്ള ഇതില്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ എയർ തള്ളിയത്. वाला है इधर. दूसरा हमारे पास दूसरा एक ट्यूब है.
अच्छा नहीं है ना हाँ ठीक है അപ്പോൾ അച്ഛാ വാല മേരെ പാസേ അപ്പോൾ ഒരു ട്യൂബും ഒരു പ്ലാപ്പും വണ്ടിയിലുണ്ട്, അത് എടുത്തു കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാപ്പ് കടിച്ചതുകൊണ്ട് ഇനിയും ചിലപ്പോൾ നാശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് എന്തായാലും നന്നായി. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്തെങ്കിലും ഇതേപോലത്തെ ആവശ്യങ്ങൾ വരുന്ന സമയത്തില്ലേ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ മസ്തയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കിട്ടു, ട്യൂബും പ്ലാപ്പും സാധനമൊക്കെ. പക്ഷേ എടുത്തു വെച്ചിട്ട് പഞ്ചർ ആവാണ്ട് വരുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പ്രശ്നമാവും. അയ്യോ അങ്ങനെ അതും കിട്ടി. അപ്പം എന്തായാലും അവർ എടുത്തു കൊടുക്കട്ടെ. നമ്മൾ ഒരു തീരുമാനത്തിലെത്തി. അതായത് ആരാംസെ കരോട്ടാ അയ്യാ ഈശോ നമ്മുടെ വീൽ കപ്പൊക്കെ പൊട്ടിക്കാണ്ട് വേണം എടുക്കാനേ, അല്ലെങ്കിൽ പണി പാടും. ഇവൻ പിന്നെ ആത്മാർത്ഥമുള്ള പണിക്കാരനാട്ടോ. നല്ല ബഹുത്ത് അച്ഛാ ആദ്മിയേ ബഹുത്ത് അച്ഛാ ആദ്മിയേ. എൻ്റെ പൊന്നെ സ്ലിപ്പാ भैया एक मिनट आपका ए वाला है ना हाँ उस छोटा डालो उसमें क्या अच्छा नहीं है करेक्ट नहीं है और मेरा मत नेट मुझम പോയേगा करेक्ट से करो ആ മറ്റേ സാധനം വലിയത് കൊണ്ടുവന്നിട്ടേക്കണോ അവൻ हाँ करेक्ट साइज से डालो हाँ ये भी करेक्ट है पहले उसका आपका मालूम है क्यों ऐसा वाला बड़ा वाला डालते हैं हाँ अभी करेक्ट होगा ठीक है हाँ ഇനി നോട്ടെ ഇനി അയച്ചോട്ടെ ശരിയായി ഇത് എന്താ തയ്ക്കാൻ കിട്ടാത്ത കിട്ടണില്ലാട്ടോ കൈ भैया क्या प्रॉब्लम है टाइट का नहीं है പെടക്കടാ ഇനി നോക്കട്ടെ സംഭവം ഇവൻ പറയണേ ടൈറ്റ് കൂടിയിട്ടാന്നാ പറയണത്. അപ്പൊ മെഷീനിൽ തന്നെയാണ് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ. രണ്ടെണ്ണം ജാതി ടൈറ്റ് കേട്ടോ നെഗറ്റീവ് അടിക്കാൻ കിട്ടിയ ബാക്കിയുണ്ട് ഇവിടെ അവൻ. ഇത് സിമ്പിളേ ഇവിടെ നമ്മൾ ഇന്നലെ ടൈറ്റ് ചെയ്തല്ലേ ഉള്ളൂ, അത് കാരണം കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് ഊരാൻ കിട്ടി. ആ ഒരെണ്ണം എങ്ങനെ ഇത്ര ടൈറ്റ് ആയി എന്നുള്ളത് അറിയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അത് എങ്ങനെ നോക്കിയിട്ട് അടിക്കാൻ കിട്ടണില്ലേ. നമ്മുടെ വീൽ സ്പാൻഡറും അതേപോലെ തന്നെ മറ്റേതാ പറയുക ജാക്കി ലിവറൊക്കെ വളയാന്നല്ലാണ്ട് ആ സാധനം അഴിക്കാൻ കിട്ടണില്ല, മെഷീനിലും അഴിക്കാൻ കിട്ടണില്ല, സാധാ ഇതിലും പറ്റണില്ല. എൻ്റെ പൊന്നെ മടുത്തു. അത് നമ്മൾ പ്ലാക്കാർട്ടിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ട് അവർ മെഷീനിൽ ടൈറ്റ് ചെയ്തതാണ്. ഒടുക്കത്തെ ടൈറ്റായി പോയി. അത് തോടും ടൈറ്റ് കൂടുതലായി വരണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ നമ്മൾ നിലവിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ പോലെ പ്ലാപ്പും ട്യൂബും സാധനങ്ങളൊന്നും മാറ്റണില്ല. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മളുടെ അപ്പുറത്തെ ടയർ, ഇപ്പോൾ ഈ ടയറില്ല, ഈ ടയറിൽ നമ്മൾ കൈയോടെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ട്യൂബും പ്ലാപ്പും അയച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പിനായിട്ട് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ സ്റ്റെപ്പിനായിട്ട് വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ പ്ലാപ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പ്ലാപ്പും അതേപോലെ ഈ ട്യൂബും ഉണ്ടല്ലോ, ഈ രണ്ടും നമ്മൾ സ്റ്റെപ്പിനായിട്ട് വെക്കാൻ പോകുന്ന സംഭവത്തിൽ നിറച്ച് വെക്കുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിലവിൽ ആ പണിക്കാശ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്യൂബും സാധനങ്ങളൊക്കെ നമ്മൾ പുതിയതും ബാക്കിയുള്ളതൊക്കെ കളയേണ്ടേ വരും. അപ്പോൾ സ്റ്റെപ്പിനിലേക്ക് നമ്മൾ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണല്ലോ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചു. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 12,000 സംതിങ് രൂപ അവൻ ട്യൂബിനും ഇതിനൊക്കെ കൂടി പറഞ്ഞത്. അപ്പോൾ നിലവിൽ അത് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അത് നമുക്ക് ഉപയോഗമില്ല.
അപ്പോൾ ഉള്ളത് വെറുതെ കളയുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിച്ച് അങ്ങോട്ട് ഇരട്ടേന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. ഇവൻ നല്ല ആത്മാർത്ഥതയുള്ളൊരു പണിക്കാരനാണ് കേട്ടോ. പറയുമ്പോഴേക്ക് ചാടപ്പെടാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മരിച്ച് കിടന്ന് പണിയാന്ന് പറയില്ലേ, അതേപോലെ. പക്ഷെ ഇവൻ ലേശം സ്പീഡ് കൂടുതലാണ്, അതേപോലെ വെറി കൂടുതലാണ്. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള നമ്മുടെ വീൽ കപ്പൊക്കെ പൊട്ടിച്ച് കളയുന്നൊരു ചെറിയ പേടി എനിക്കുണ്ട്. അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീൽ കപ്പും കോപ്പും ഒക്കെ പൊട്ടിച്ച് കളയും. അതേപോലെയാണ്. എയറൊക്കെ അഴിച്ച് കളഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇനിയിപ്പോൾ ട്യൂബും ബ്ലാപ്പും എന്താ പൊന്നി അതിൻ്റെ എയർ അഴിച്ച് കളയട്ടെ. അതിൻ്റെ ട്യൂബും ബ്ലാപ്പും എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. അതിന് കുഴപ്പമില്ല. കാറ്റ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണോ? ഇപ്പോൾ സംഭവം ഉണ്ടായത് എന്താ വെച്ചാൽ വെളുക്കാൻ വെച്ചാൽ പാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ ഉണ്ടായത്. നമ്മൾ സ്റ്റെപ്പിനിയിൽ ട്യൂബും ബ്ലാപ്പും നല്ലതാവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനിയിലത്തെ ഇത് അഴിച്ചതാണ്. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഫ്ലാപ്പ് പോക്ക്. സംഭവം ട്യൂബ് മാത്രം കിട്ടിയില്ല. എന്തായാലും ഫ്ലാപ്പ് ഒരെണ്ണം ഇടാണ്ട് വേറെ രക്ഷയില്ല. അപ്പോൾ നിലവിൽ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ ടയറിലേക്ക് ഒരു ഫ്ലാപ്പും അതേപോലെ തന്നെ ട്യൂബും അടിപൊളിയാക്കിയിട്ട് അതിനകത്തേക്കുള്ളത് ഈ ജോഡി കറക്റ്റ് ചെയ്യണം. നയ വില ഉസ്കാ ശരിക്കുള്ള വില 450. നീ എനിക്ക് തരുന്നത് കിतना 450. कितना में मिलेगा मुझे? 450. आपको 450 डिस्काउंट दिया ना? 450 ഡിസ്കൗണ്ട് ഒന്നുമില്ല. आपको डिस्काउंट दिया. ഡിസ്കൗണ്ട് തരുമോ? कितना आपको दिया ना? ओ बोला ले डिस्काउंट दिया. 450. അതാണ് ഡിസ്കൗണ്ട്. ज़्यादा पाउडर डालो. കുറച്ച് പൗഡർ ഒരു കുപ്പിയിലാക്കി തായോ, അജീഷിന് മുഖത്ത് ഇടാനാ കേട്ടോ. ഡ്രൈവർ തന്നെ ഡ്രൈവർ उसका एक थोड़ा पाउडर दे दो. ओ फेस में डालने के लिए ये वाला പോരെ? നിനക്കത് പോരെ ഈ പൗഡർ മുഖത്തിടാൻ? ഒരു കടലാസിൽ പൊതിഞ്ഞ് തരാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. വെളുക്കും, മൊത്തം വെളുക്കും. മുഖത്തല്ലേ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അപ്പോൾ മൊത്തം വെളുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ फ्लैप इटू डबल फ्लैप. उसका नहीं चाहिए, एक ही है. ये रनिंग टायर है, इसका डबल डालो. सिंगल है उस पर स्टेपनी है, उसको सिंगल डालो. ഇതിന് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലേ. എന്തിനാ ഡബിൾ? अच्छा डालो 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 डालो. प्रॉब्लम वीडियो डालो, कमेंट करेगा आपको अच्छा है खराब. अन्ना ശരി. मैं नहीं बोलेगा आपको. कौन सा वाला अच्छा है? ओ स्टेपनी में ओ डालेगा. ठीक है. അപ്പോൾ എന്തായാലും അവൻ എല്ലാം അറിയണ പോലെയാണ് പറയണത്. അപ്പോൾ എന്നാൽ അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ വിട്ടു കൊടുത്തേക്ക്. അതിന് അടുത്ത പഞ്ചറായി കഴിഞ്ഞാൽ ഇവനെ തന്നെ വിളിച്ചോണ്ട് വരേണ്ട വരികയാണോ? ഏത് അതിപ്പോൾ ഏതാണെന്നുള്ള അവൻ ചോദിക്കട്ടെ. അവൻ ഉള്ളതിലേക്ക് നല്ലതെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഓരോന്നോരോന്നും കഴിയട്ടെ എന്തായാലും. भैया ओ कौन सा वाला स्टेपनी में ट्यूब डालेंगे आप? ये वाला ट्यूब है ना, ओ पंचर मार के डालेगा. पंचर और रनिंग जो ट्यूब पहले पंचर है, ये ट्यूब है ना, ये वाला अच्छा है. और स्टेपनी डालेगा ना. स्टेपनी में वो वाला नहीं चाहिए. वो खराब हो गया. പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ല. ഇവൻ പറയണത് ഇതിനകത്ത് ഓയിലായതുകൊണ്ട് ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകുന്നൊക്കെ പറയണത്. ഇതാണ് നമുക്കൊട്ട് അറിയില്ല. എന്തായാലും ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പഞ്ചറും ഇല്ല, ഒന്നും ഇല്ലാത്ത ടയറാണ്. പക്ഷെ അവിടെ ഇവിടെ വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ ഇങ്ങനെ എന്താ പറയുക വയറ് വീർത്തിരിക്കുന്ന പോലെ ചില സ്ഥലങ്ങളൊക്കെ വീർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ പൊട്ടിപ്പോയില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ പരീക്ഷണം വേണ്ട. ഇത് ഒട്ടിക്കണല്ലേ അല്ലേ? അപ്പോൾ എന്തായാലും ഈ സാധനം ഒട്ടിച്ചിട്ട് ഇത് തന്നെ സ്റ്റെപ്പിങ്ങിലേക്ക് അങ്ങോട്ട് വിടാം. പിട്ട ടയറോ അല്ലെങ്കിൽ നോക്കാണ്ട് ചെത്തിപ്പോയിട്ട് ഫുള്ള് തവിട് പൊടിയായി പോയി ടയർ ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര രൂപയുടെ മുതലാണെന്നറിയോ? നോക്കാണ്ട് പോയി സംഭവം. ഇനിയിപ്പോൾ ഈ പ്ലാപ്പ് ഇതിനകത്തേക്ക് ഇട്ട് ഈ ട്യൂബ് ഒട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ ആ ടയർ എടുത്ത് ഇപ്പോൾ ഇത് ട്യൂബ്ലെസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഇവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ട്യൂബ്ലെസ് ആണ്. അതുപോലെ തന്നെ ഇത് വീതി കൂടിയ ടയറാണ്. അപ്പോൾ വീതി കൂടിയ ടയറാകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നിലേക്കും ജോയിൻ്റ് ആവില്ല. ഇത് ഇതിനകത്തൊരു ആണി കയറിയിരിക്കണം. भैया इसमें एक आनी है. मुश्किल नहीं है. മുഷ്കിലില്ലാന്ന് പറയുന്നത്. നിക്കാലേക്കാ ടീക്ക്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഇവൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്സൽ ടയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഇത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും പൊട്ടിയിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ല. ഇതുണ്ട് ഇവിടെ നല്ല പൊട്ട് പൊട്ടിയിട്ടുണ്ടെന്നാലും ഒരു പ്രശ്നമില്ല നിലവിൽ. അപ്പോൾ അവൻ പറയുന്നത് ഇത് സിംഗിളായിട്ട് വേറെ ഒന്നിനും ജോഡിയാവില്ല. അപ്പോൾ ഈ ആക്സൽ വീലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റെപ്പിനാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് പഞ്ചറായി കഴിഞ്ഞാലും ഇട്ട് കൊടുക്കാം താൽക്കാലിക ആവശ്യത്തിന്. അല്ലാണ്ട് സൂപ്പറല്ല, ഈ ഫ്ലാപ്പൊന്നും അത്ര എയിമില്ലാത്ത തന്നെ താൽക്കാലിക ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സംഭവം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അയ്യാ ഇത് ബാഹർ ഓർ അന്തർ ഡാലിനെ के लिए बाहर के लिए. ठीक है. അപ്പോൾ ഇത് ഇതാണല്ലോ പ്രോബ്ലം. ശരി ശരി ആയിക്കോട്ടെ. മറ്റേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടയർ എനിക്ക് തോന്നുന്നു ഒരു പാച്ച് ഉള്ള ടയറാണ്. അപ്പോൾ അതാണ് ശരിക്കും പുറത്തിടേണ്ടത്.
എൻ്റെ പൊന്നെ പണി ചെയ്യാൻ ഒരു മടിയില്ല കേട്ടോ, അവൻ അടിപൊളി പയ്യൻ. ഇവൻ്റെ കയ്യിലത്തെ ഈ മെഷീൻ വെച്ചിട്ട് ഇവൻ ഈ സംഭവം ആ പൊട്ടിയ സ്ഥലത്ത് കയ്യോടെ തന്നെ എന്താ പറയുക ഒന്ന് ഉരച്ച് ക്ലീനാക്കി വെള്ളം പൊടിയൊക്കെ കളഞ്ഞ് ക്ലിയറാക്കി അടുത്ത പശയും തേച്ച് അവിടെ മാത്രം ഒട്ടിച്ചാൽ മതി എന്ന് പറയണം. ബാക്കിയുള്ള സ്ഥലത്തൊന്നും പ്രശ്നമായിട്ടില്ല. ഓട്ടയില്ല നിലവിൽ. ഇവിടെ ഓട്ടയാവാൻ ചാൻസ് ഉണ്ട്, നിലവിലില്ലാത്ത തന്നെ ഇത് മതി എന്നല്ലേ. ഓക്കെ ടീക്കേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവൻ പൊട്ടിക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. ഈ സംഭവം തന്നെയാണ് എയറിൻ്റെ എന്താ പറയുക ലൂസാക്കുന്നത്, ടൈറ്റ് ചെയ്യണത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നത് എല്ലാം കണ്ടോ. എയർ പരിപാടി മൊത്തം ഇതികൂടെയാണ് അവൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഇത് എയർ അടിക്കാനായിട്ട് വെച്ചു. നമ്മുടെ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഇത് ഇത്ര നേരം ഓൺ ചെയ്ത് വെച്ചപ്പോൾ ഇല്ല എൻ്റെ അമ്മ പട 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 പടേന്ന് പറഞ്ഞ് ഒട്ടുക്കുന്ന ശബ്ദമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ശബ്ദം എന്ന് പറയില്ലേ, അതേപോലെയാണ്. നമ്മുടെ ജാക്കി ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലേടാ, വീൽ സ്പാൻഡർ ആ വക സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ. അതേപോലെ മറ്റേ വീൽ കപ്പ് ഈ വക സാധനങ്ങൾ ജാക്കി ഇറക്കിയിട്ടില്ല അല്ലേ. വീൽ കപ്പ് സാധനങ്ങളൊക്കെ ഫിറ്റ് അത് കട്ട പൊട്ടിപ്പോയടാ. നമ്മുടെ വെട്ടിയല്ലായിരുന്നു അത്, ആ പൊട്ടിപ്പോയില്ലോ. ടൂട്ടായ കൈസ हाँ हाँ आपका पास अच्छा वाला है कट्टा नहीं? हाँ नहीं चाहिए, प्रॉब्लम नहीं है, नहीं चाहिए. ये वाला ओमिनी का स्टिकर है, ओमिनी का है वो चलते हैं ना. हाँ अच्छा चलता है इस पे. हाँ इस पे वैल्यू ज़्यादा है मार्केट पे. हाँ हाँ और रबर हॉट करके ऐसा नहीं है, टाइम बहुत है आपका. हाँ 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 स्टेपनी मशीन है भी उसका. हाँ ये निकाल भी नहीं है. नहीं ये नहीं निकलेगा. हाँ 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 और डबल दिया इसीलिए. ഓക്കെ ഇത് പറഞ്ഞു പോയില്ല എന്ന് പറയണേ, ഡബിൾ അടിക്കാന്ന് അവൻ പറയണേ. അവനെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരെങ്കിലും കയറ്റി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവില്ല എന്നൊക്കെ പറയണേ. നോക്കി നോക്കാം. रेडी है? हाँ ये वाला भी रेडी है, दोनों रेडी हैं. हाँ उधर गर्मी ज़्यादा है अभी 46 है. 46 है. ओ ओ इधर भी कमी है. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇല്ലേ ഒട്ടുക്കത്തെ ചൂടാട്ടോ, ഒരു രക്ഷയില്ല. സകല സ്ഥലത്തും ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇവിടെ മാത്രം ചൂടുന്നു. തമിഴ്നാട്ടിൽ പോയാലും ചൂട്, ആന്ധ്രയിൽ പോയാലും ചൂട്, ബീഹാറിൽ പോയാലും ചൂട്, എവിടെ പോയാലും ചൂട് അല്ലേ. കമ്മി നമ്മള് ഓ അവിടെ നോർമലാണ് 46 എന്നാവും പറയണത്. ഇവിടെ മരമുള്ള കാരണം കുഴപ്പമില്ലാന്ന്. എന്തായാലും കുഴപ്പമില്ല, ഇത് ഒട്ടിച്ച സാധനം സെറ്റ് ചെയ്യട്ടെ. അതിനെന്തോ മൊബൈലിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളുടെ കണ്ണ് നേരെ, നമ്മളുടെ നല്ല അജീഷിന്റെ കണ്ണ് നേരെ പോയത് ആ വീട്ടിലത്തെ ചാമ്പങ്ങയിലേക്കാണ്. കണ്ടോ ചാമ്പങ്ങ ഉണ്ടായി നിൽക്കുക, എന്തോ ഒരു ചാമ്പങ്ങ നോക്കി, ഫുള്ള് ചാമ്പങ്ങ ഉണ്ടായി നിൽക്കുക. അപ്പൊ കയ്യോടെ തന്നെ ഇവന്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. ആ ചായയെ അപ്പൊ ഈ ബയ്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ബയ്യ പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ്, ഇവരുടെ തന്നെ ടയറിന്റെ ആൾക്കാരുടെ തന്നെയാണ് ഈ വീടും. അതുപോലെ തന്നെ ചാമ്പങ്ങ നിങ്ങൾ ധൈര്യമായിട്ട് ആവശ്യമുള്ളത് മുഴുവൻ പൊട്ടിച്ചോളാൻ പറയണേ. അജീഷേ ഒരു കവർ പൊട്ടിച്ചോ, ഇത് തന്നെ തിന്നാ. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട. എന്നാ കവറും തന്നിട്ടുണ്ടവൻ. എന്നാ കവർ ഞാൻ എറിഞ്ഞുതരാം. നല്ല പഴുത്ത് നോക്കി പൊട്ടിക്കേ. എന്നാ കവറ് എന്തോരടാ. അയ്യോ എറിയട്ടെ, കിട്ടുമോ? അതേ താഴ്ത്തു പോണു, കളയല്ലേ. പോയി കവർ എറിഞ്ഞ് ഇനിയിപ്പോൾ പഠിക്കേണ്ടി വരും. മുഴുവൻ കാലിയാക്കണ്ട, അവർക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചോ കേട്ടാ. ഇവൻ നെക്സ്റ്റ് ഒമിനി ഒരെണ്ണക്കിടി ഒരെണ്ണത്തിൻ്റെ മുകളിൽ അടുത്തത് അല്ലേ. ഓ വല ബെഡാ. ഇപ്പം പറയണ മറ്റേ ചൂടാക്കി പൊട്ടിച്ച കണ്ടമാനം ടൈം പോയി, പെട്ടെന്ന് പരിപാടി തീരും, പൊളിഞ്ഞും പോരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ കാലത്ത് ഏറ്റവും പെട്ടെന്ന് പണി കഴിയുന്ന ഒരു സാധനം. പക്ഷേ ഇത് പൊളിഞ്ഞു പോരുന്നത് എനിക്കറിയാം. പിന്നെ ഇത് ഉപയോഗമില്ലാതെ സ്റ്റെപ്പിനിക്ക് ഇരിക്കുന്നതല്ലേ. നമ്മൾ ഇതിട്ടിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ഥലം വരെയാണല്ലോ ഓടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിട്ട് ഫുള്ള് ഓടാനില്ലാത്തത് കൊണ്ട് തന്നെ പ്രോബ്ലം ഒന്നുമില്ല. അജീഷ് അവിടെ നല്ല പെടയാ നോക്കി. എൻ്റെ പൊന്നെ എന്തൊരു ആവേശം നോക്കിയവന്. അമ്മേ ഇവൻ പറയുകയും ചെയ്തു ഇവൻ്റെ മുതലാളിയുടെയാന്ന്. ഇത്തിരി കഴിയുമ്പോൾ വീട്ടിലെ ആൾക്കാർ വന്നിട്ട് അജീഷിനെ പിടിച്ച് തല്ലിയാണാവോ. ഇവൻ വെറുതെ പറഞ്ഞാണെങ്കിൽ നിനക്ക് പെട കിട്ടൂട്ടാ. ആ ചാമ്പങ്ങ ഒരു ലോഡായിട്ട് പോവാൻ നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർക്ക് പറച്ച മൊത്തം. അത്രയധികം ചാമ്പങ്ങയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് ടയറും വീണ്ടും ജോഡി തന്നെയാക്കി. ഇപ്പോൾ നിലവിലങ്ങനെ ഈ ടയർ രണ്ടും ഓക്കെ അതിൻ്റെ ജോഡി ആക്കിയതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീൽ കപ്പ് കൂടി ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് സ്റ്റെപ്പിനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി പയ്യ ഇവിടുത്തെ ഫ്രണ്ടിൽ അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് മറ്റേ ലിഫ്റ്റ് വീലിലേക്ക് അങ്ങോട്ട് ഇട്ടു. അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പിനേക്ക് ഇട്ട് പണി കഴിഞ്ഞു. വീലിൻ്റെ മറ്റേ കപ്പ് ഉണ്ടല്ലോ അത് അവസാനമാണ് കേട്ടോ. വീൽ കപ്പിന് രണ്ട് നെറ്റ് ഇടുക. അപ്പോൾ അതിന് രണ്ട് നെട്ടുമ്പോൾ മാത്രമാണ് പിടുത്തം. അപ്പോൾ അത് കാരണം പൊട്ടിച്ച് കളയാണോ ദൈവമേ, ധൃതി കൊള്ളാൻ അത്
होल करेक्ट से करो ഓനറിയട്ടോ കാര്യങ്ങൾ. നമ്മൾ കുറേ സമയം എടുത്ത് ശരിയാക്കി സാധനമൊക്കെ ദൈവം ചടപടാന്ന് ഇടുന്നത് ഉണ്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ടോ. ഇനി ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഹജീഷ് സ്റ്റെപ്പിന് എല്ലാം പെർഫെക്റ്റ് ആക്കി. ഇതെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കളിക്കുകയാണോ? അല്ല, തിരിച്ച് കയറ്റാട്ടോ. ഞാൻ വിചാരിച്ചു ഹജീഷ് കളിക്കാവുന്നു. അല്ലല്ല, അവനും ആത്മാർത്ഥമുള്ള പണിക്കാരനാണ്. അവൻ ഇപ്പോൾ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നെറ്റ് കറക്റ്റാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അതും ഇത്തിരി പണിയുള്ള പണി തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഈ ടയർ ആകെ പൊട്ടി പൊളിഞ്ഞ് പാളീസായ പോലത്തെ ഒരു ലുക്കായതിന് മാത്രം ഇത് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ സ്റ്റെപ്പിലേക്ക് വെച്ചത്. ഇത് ട്യൂബ്ലെസ്സാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പൊളിഞ്ഞിട്ടുള്ള നിലയ്ക്ക് ഇതിൻ്റെ എയർ പോകാത്ത എന്താണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും ഫുൾ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ചോട്ടു ബയ്യോ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ടൈം ആനേക്കാ ടൈം എല്ലാം ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പോട്ടെന്നാ. ഓക്കെ, ബൈ. ഓക്കെ കൂട്ടാ. അവൻ കുറേ നേരമായിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ, യൂട്യൂബിൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. പോട്ടെന്നാ. അപ്പോൾ നമുക്കിത് നമ്മുടെ ട്യൂബ്, പഴയ ട്യൂബ് വീണ്ടും വണ്ടിയിലേക്ക് എടുത്ത് വെച്ചത് നമുക്ക് പാറമടയിൽ നീന്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെള്ളം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെടുത്ത് വണ്ടിയിലേക്ക് ഇട്ടത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പഞ്ചറൊന്നുമില്ലേ. അപ്പോൾ ട്യൂബിലേക്ക് ഇടാനേ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഈ ഒരു ആവശ്യത്തിന് ബെസ്റ്റാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ, കഴിഞ്ഞില്ലേ നമ്മുടെ പരിപാടി. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിതൊന്ന് ഒതുക്കട്ടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള നല്ല കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തി ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വിചാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നല്ലത് കിട്ടുമില്ല, ഏതെങ്കിലും സാധാരണ കഴിക്കുന്ന പോലെ കിട്ടുള്ളൂ. എനിക്കൊരു ബീഫിൻ്റെ ഇവിടുത്തെ സ്പെഷ്യൽ റിബ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ വണ്ടി ഒതുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. ചാമ്പങ്ങ കണ്ടപ്പോഴാണ്. നിൻ്റെ ചാമ്പങ്ങ പറഞ്ഞാൽ 2 കിലോ ചാമ്പങ്ങ പൊട്ടിച്ചില്ലേ? മുകളിലെ പറ്റണല്ലേ, 2 കിലോ ആയപ്പോഴേക്കും നിർത്തിയില്ലേ? ഇത് എന്തിനത് വിൽപ്പന നടത്താനാണോ? അത് ശരിയാ, വെറുതെ ഇരിക്കുമ്പോൾ തിന്നാം. അപ്പോൾ നമുക്കിന്ന് ഊണ് വേണ്ട, ഇത് തിന്നങ്ങോട്ട് ഇരിക്കാം നമുക്ക്, അത് നല്ലത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനങ്ങാടിക്കാണ് കേട്ടോ. മീനങ്ങാടിക്ക് നേരെ പോയിട്ട് നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും മരത്തിൻ്റെ ഓട്ടം, തടിയുടെ ഓട്ടം, പിന്നെ മറ്റേ വിറകിൻ്റെ ഓട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും ശരിയായിട്ടില്ല. പിന്നെ ഒരു ബിസ്ലറിയുടെ ഓട്ടമാണ് പോണ്ടിച്ചേരിക്ക് പറഞ്ഞത്. പക്ഷേ ആ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് നീളം 24 അടിയാണ്. നമ്മുടെ 26 അടിയോ അല്ലെങ്കിൽ 28 അടി ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓട്ടം മിസ്സായി. പിന്നെ അത്ര ഹൈറ്റ് മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അത് കാരണം അത് ശരിയായില്ല. അല്ലെങ്കിൽ ആ ഓട്ടം പോകുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, അത് ഇവിടുന്ന് അകലം വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. എന്താ അവിടേക്ക് കാലി ഓടിപ്പോയാലും കുഴപ്പമില്ല. ബോക്സ് ആണ് അല്ലേ? അതെ അല്ലേ? അതും നമുക്കില്ല, ഹൈടെക്കും ഇല്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇത് ശരിയാക്കാണ്ട്. പിന്നെ ഒറ്റ പഞ്ചറായപ്പോഴേക്കും ഇപ്പോൾ എന്താ പറയുക, നിസ്സാരം ഒരു പഞ്ചർ കിട്ടിയാൽ മതി, ലാഭം മുഴുവൻ പോകാനെന്ന് പറഞ്ഞ പോലെ. എല്ലാം ഈ പറഞ്ഞ പോലെ ഞാനമ്മൽ കളിയാണ്. അങ്ങോട്ട് ഓടി. ഇനിയിപ്പോൾ നമ്മൾ കാലി ഓടുകയാണ്. എത്ര കിലോമീറ്റർ കാലി ഓടേണ്ടി വരുന്ന യാതൊരു ഐഡിയ ഇല്ല. അതെ അതെ, അതാണ് വേറൊരു കേസ്. ശരിയാവാണെങ്കിൽ രക്ഷപ്പെട്ടു. പടക്കങ്ങൾ, ശിവകാശി പടക്കങ്ങൾ ഉണ്ടായിരുന്നു. പടക്കം മേടിച്ച് പൊട്ടിച്ചിട്ട് പോണോ? അയ്യോ, ചക്ക ഉണ്ടായി നിൽക്കണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ എന്തെങ്കിലും ഹോട്ടലിൽ നോക്കിയിട്ട് നിർത്തടാ അജീഷേ. ആൾക്കാർ വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് ടൂർ വരുന്ന സ്ഥലമാണ് കേട്ടോ വയനാട്. ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ 36-37 ഡിഗ്രി ചൂടാണ്. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലയ്ക്കുള്ള ചൂടാണ്. നമ്മൾ തണവൊന്നും പ്രതീക്ഷിച്ച് വഴിക്ക് വരുന്നത്. രാവിലെ മാത്രം വെയിൽ ഉദിക്കുന്നേക്കാളും മുന്നേ ഒരു 25 ടെമ്പറേച്ചർ ഉണ്ട്, അല്ലാണ്ട് വേറൊരു ടെമ്പറേച്ചറേ ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയും വെയിൽ കുറവാന്ന് വെച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. അത് തന്നെ, ഈ സെറ്ററൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ വന്ന് മേല് പൊള്ളി പോവും, ചൂട്ടത്ത് ചൂട് തന്നെ ഇട്ടിട്ട്. അപ്പോൾ അത് കാരണം നമുക്ക് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം മഴ പെയ്തിട്ട് കാണുന്നതായിരിക്കും നല്ലത്. മെസ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അയ്യോ അത് വേണ്ട, അത് ആകെ ശോകാം. നല്ലത് നോക്കാം, കുറച്ചുകൂടി പോട്ടെ. എന്ത് ഹൈ ലെവല് വേണ്ട, ഒരു ബീഫ് കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ. ഏത് അവിടെ ഒന്നും ഉണ്ടാവില്ല. കഞ്ഞിയും കപ്പയും എഴുതിയുണ്ട്. നോക്കിയാണെങ്കിൽ കഞ്ഞിയും കപ്പയും എഴുതിയുണ്ട്. നോക്കാം. ഇവിടെ നിൽക്ക്, നോക്കട്ടെ എന്നിട്ടുള്ള. കുഴപ്പമില്ല, ഇവിടെ ഒതുക്കിക്കോ. കഞ്ഞിയും കപ്പയും നോക്കിയിട്ട് വരാം. ബീഫ് കിട്ടണം എന്തിൻ്റെ ഒപ്പായാലും. ഇവിടെ അങ്ങനെയാണ്, വേസ്റ്റ് കൊണ്ട് വെട്ടി കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടെ അത് ഭയങ്കര സംഭവമാണ്.
വണ്ടി നമ്മൾ അവിടെയാണ് ഒതുക്കി നിർത്തിയത്. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നല്ല കട കാണുമ്പോൾ ഒതുക്കാനായിട്ട് സ്ഥലമില്ല. ഇവിടെ കഞ്ഞിയും കപ്പയും എന്ന് പറഞ്ഞാൽ തന്നെ കയറിയത്. അപ്പോൾ നോക്കിയപ്പോൾ അതില്ല, ആകെ ബിരിയാണി ഉള്ളൂ. നോക്കട്ടെ എന്തെങ്കിലും കഴിക്കുന്നേ. എന്തായാലും ഇത് കലക്കി സൂപ്പർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ സൂപ്പർ ചിക്കൻ ബിരിയാണി. വേണമെങ്കിൽ നീ ചിക്കൻ ബിരിയാണി ആക്കിക്കോ, പൊറോട്ട മാറ്റിയിട്ട്. ഭാഗ്യം നേരത്തെ നീ അത് മാറ്റി പൊറോട്ട പറഞ്ഞതല്ലേ, ആള് കേൾക്കാഞ്ഞത് ഭാഗ്യമായി. നീ ഇപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ട് അത് തിന്നിട്ട് വന്നേനെ. അടിപൊളി ബിരിയാണിയാണ്, കഴിച്ചോ. എന്തായാലും ഒരു തൃപ്തിയുള്ള ഫുഡ് കഴിച്ചു. ഹാപ്പിയായി. നല്ല അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി. ആദ്യം ഞങ്ങളൊരു ബിരിയാണി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ റൈസ് കൂടിയും പറഞ്ഞു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് റൈസ് വന്നപ്പോഴേക്കും വയറ് നിറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞെന്ന് പറയില്ലേ, അതാണ് അടിപൊളി ബിരിയാണി വരുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഗ്രീസ് അടിക്കാനും അതുപോലെ തന്നെ ഇത്തിരി മറ്റേ ഹുക്കിൻ്റെ അവിടെയുള്ള വെൽഡിങ് ഉണ്ട്, ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഏറ്റവും അടുത്ത് ഏതാ കടകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങാം. കാട് വശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ വെയിൽ നല്ല കുറവുണ്ട്. 34 ആയില്ലേ? അതാണ് അത് നമുക്ക് തന്നെ പെട്ടെന്ന് ഫീൽ ചെയ്യേണ്ടെന്ന്. അത്യാവശ്യം തണവുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന, ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് തന്നെ തണവ് 36 ഇങ്ങനെ വന്നപ്പോൾ കുറഞ്ഞു. നിങ്ങളപ്പോൾ കുറേ ബ്രോക്കർമാരെ വിളിച്ച് ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് മെല്ലെ ഇങ്ങനെ പോവാണ്. വെൽഡിങ് കടയും കാര്യങ്ങളൊക്കെ തപ്പി പോവാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്നുണ്ടോ, അതേ വണ്ടികൾ കിടക്കുന്നുണ്ട്, നോക്കി നോക്കാം. ഇത് എന്താ ജാതി മല. അയ്യോ, ആ മലയുടെ മുകളിൽ കയറാൻ പറ്റണോ? ആണോ? അന്ന് ഞാൻ പോയിട്ട് വരാം. നീ അവിടെ വെയിറ്റ് ചെയ്യും, വർക്ക്ഷോപ്പിൻ്റെ അവിടെ. ഏത് വണ്ടിയോ? ടോക്കിയോ എന്ന് പറഞ്ഞാൽ ആരെയാ? 49 ശരി തന്നെയാണല്ലോ, ആലത്തൂർ രജിസ്ട്രേഷനാണല്ലോ. ആളില്ല അതിൻ്റെ ഉള്ളിൽ. ടോക്കിയോ അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങി കടയിൽ ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടാവും. ഇരിക്കുന്ന വലുതാണോ ടോക്കിയോ? അല്ല, ഉപ്പിലിട്ട സാധനം. അയ്യോ, അവർക്ക് മറ്റേ ചാമ്പങ്ങ കൊടുക്കാമായിരുന്നു ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. വർക്ക്ഷോപ്പ് കാണാനില്ല. ആ പാറയുടെ അടിവശത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ തണലിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അതെ അതെ. തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാലല്ലേ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ല, എവിടെയെങ്കിലും ഒതുക്കിക്കോ. നീ പറ്റിയ സ്ഥലത്ത്, വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഒതുക്കിക്കോ, നല്ല അടിപൊളി സ്ഥലം നോക്കിയിട്ട്. ഞാൻ വെൽഡിങ് വർക്ക്ഷോപ്പ് വലുതും കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത്തിരി ആരോടെങ്കിലും ചോദിച്ചറിയാൻ പറ്റുമോ നോക്കി നോക്കാം, ചോദിച്ചു നോക്കാം. ഗൈസ്, അപ്പം നമുക്ക് അങ്ങനെ ഓട്ടം റെഡി ആയിരിക്കുകയാണ്. നാളെ കാലത്താണ് നമ്മൾ ലോഡ് കയറ്റാൻ പോകുന്നത്. കയറ്റിയിട്ട് തട്ടുന്ന സ്ഥലം മടത്തിക്കുളം, കയറ്റുന്ന സ്ഥലം ബാലുശ്ശേരി. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അജീഷ് പറഞ്ഞ അജീഷിനെ ഓടിച്ചും മതിയായി. താമരശ്ശേരി ചുരം ഓടിച്ചാൽ മതിയായി. ആകെ ഞാൻ ഓടിക്കാന്നല്ലേ? ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഓടിച്ച് കാലുവണ്ടി ഓടിച്ച് പഠിക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കിത് താഴത്തേക്ക് ഓടിച്ചു കൊണ്ടുപോവാം, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് കാലുവണ്ടി കയറി വരാം. അങ്ങനെ 5 ട്രിപ്പ് ഇന്ന് നേരം വെളുക്കുമ്പോ, നാളെ നേരം വെളുക്കുമ്പോ വരെ കയറി ഇറങ്ങി നിക്കാം. അല്ല, ഇത് ലാഭനഷ്ടത്തിനല്ല, വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടി. താമരശ്ശേരി ചുരം അടിപൊളിയായിട്ട് കയറി ഇറങ്ങി പഠിക്കണം നമുക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോ അത് ഏറ്റവും നല്ല മാർഗം. കല്ലിഞ്ചല്ലേ? എന്നാ പിന്നെ കല്ലിഞ്ചനെ ഓടിച്ച് പഠിക്കാം, അവന് കുഴപ്പമില്ല. വയനാട്ടിലേക്ക് വന്ന കാടാണ് കേട്ടോ, ബത്തേരി 7 കിലോമീറ്റർ. ഇനി നമ്മൾ ബൈപ്പാസിൽ കൂടെ പോകണം, ടൗണിൽ കൂടെ പോവാ. നമ്മള് ഏതിന് പോയാലും കുഴപ്പമില്ല, കാലുവണ്ടി അല്ലേ, ഏതിന് വേണമെങ്കിലും പോവാം, പ്രശ്നമില്ല. ലോഡ് വണ്ടി വരുമ്പോഴാണ് പ്രശ്നം. ഈ റോഡ് ടൗണിൻ്റെ ഉള്ള വഴി തെറ്റിയ കേസ് ജീവിതത്തിൽ മറക്കില്ല, ഞാനും മറക്കില്ല, അജീഷും മറക്കില്ല. സൈക്കിള് പോണ വഴിക്ക് ഏറ്റവും അവസാനം ഒന്നുമല്ല, അത് ശരിയാ. പിന്നെ അപ്പോൾ മനസ്സിലായി നമുക്ക് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഒരു ഓട്ടം വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരാൻ പറ്റും. അതായത് വാടക അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 രൂപ കൂട്ടി ചോദിച്ചിട്ടായാലും കയറില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ മുന്നിൽ പോകുന്ന വണ്ടി എയിം അല്ലെങ്കിൽ ചവിട്ടി നിർത്തിയിട്ട് അവൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്ത് പോവാണ് ഏറ്റവും ബെറ്റർ. അല്ലാണ്ട് പിന്നിൽ പിടിച്ചാൽ വലിക്കില്ലാത്ത വണ്ടിയുടെ ബാക്കിൽ പിടിച്ചാൽ നമ്മുടെ കൂടിയും വലിയ മുട്ടുകയും ചെയ്യും, നമ്മുടെ കൂടിയും പോവില്ലാത്ത കണ്ടീഷനോ. ഇന്നിപ്പോൾ അതാ ഉണ്ടായത് അല്ലേ? സുഖമായിട്ട് കയറി വരുന്നിടത്ത് ചവിട്ടി നിർത്തി. അത് തന്നെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ മൂട്ടി നിന്ന് വീണ്ടും എടുത്ത് പട്ട് കേസായിപ്പോയി. ഇനി അങ്ങനെയായി അജീഷ് അങ്ങനെ ചെയ്യണ്ട കേട്ടോ. എവിടെയാന്ന് വെച്ചാൽ ഗ്യാപ്പിൽ ഒതുക്കി നിർത്തുക, പിന്നെ അവർ പോയതിന് ശേഷം മാത്രം എടുത്ത് പോരുക. അടുത്ത വണ്ടി വലിക്കാത്ത വണ്ടിയാണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പം അവനെ കയറ്റി വിടണ്ട. അങ്ങനെ തന്നെ മാർഗം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇടിച്ചിട്ട് കിടക്കണതാണല്ലോ ഈശോ. വോൾവോ എവിടേക്ക് വരണേ? അവർ ഐരാവതം
നിനക്ക് തേയില വേണമെന്നല്ലേ പറഞ്ഞേ? തോട്ടത്തിൽ നിന്ന് ഉള്ളിൽ തന്നാൽ മതി, ഞാൻ വീട്ടിൽ ചെന്ന് ഉണക്കിയാൽ മതിയില്ലേ? തേയില കാണാൻ തന്നെ തേയില തോട്ടം ഉണ്ടെന്ന് അത് ചോദിച്ചാൽ അങ്ങനെ ചെയ്താൽ മതിയെങ്കിൽ ഞാൻ നുള്ളി തരാം, അല്ലെങ്കിൽ നുള്ളി ചേച്ചിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം. അത്യാവശ്യമാണെങ്കിൽ കാപ്പിക്കുരു ആണെങ്കിൽ ഇപ്പം തന്നെ പൊട്ടിച്ചും തരാം. ഏതാ വേണ്ടതെന്ന് പറയാം, ഏത് ഐറ്റം വേണ്ടതെന്ന് പറയുന്നത്. ഈ ചക്കയാണെങ്കിൽ റൊട്ടിയിൽ നിന്ന് പൊട്ടിച്ചു തരാം. എല്ലാം ഉണ്ട്. ഇതേ ചക്കയൊക്കെ നിൽക്കണ നോക്കിയേ. നമ്മുടെ എവിടെയാണ് ചക്കയില്ലാത്ത? ഇവിടെ ഇഷ്ടംപോലെ ചക്കയാണ്, ഒന്നിനൊരു കുറവില്ല. പിന്നെ അജീഷ് മറ്റേ ആ സാധനം നമ്മൾ കണ്ടിട്ടാ പോണുള്ളൂ. മറ്റേ ആരും പിടിച്ച് കെട്ടിയിട്ടില്ല, ഐതിഹ്യം. അത് കാണണം. അത് കണ്ടില്ല. അത് അടിപൊളിയായിട്ട് കാണണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ചരിത്രം നമുക്ക് താമരശ്ശേരി ചുരത്തിന്റെ ചരിത്രമുള്ള ആളെ നമ്മളൊക്കെ അവിടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോകാൻ പോണത്, അറിയില്ലേ? നമ്മുടെ ചേട്ടൻ ചങ്ങല മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ആവട്ടെ, എന്തായാലും കാണാം നമുക്ക്. സുൽത്താൻ ബത്തേരി ടൗണിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമസ് മേള. ക്രിസ്തുമസ് എന്നതിന് ഇനി ഡിസംബറിലല്ലേ ക്രിസ്മസ്? എല്ലാത്തിനും വില കുറവെന്ന് എഴുതിയേക്കണേ. തെറ്റ് എഴുതിയതാവൂലേ? എഴുതാൻ കൊടുത്തവനോട് ഓണം എന്നാവും പറഞ്ഞിട്ടുണ്ടാവും, ക്രിസ്മസ് എഴുതിയിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ ഉദ്ദേശിച്ച റിബ് കിട്ടിയില്ല, ബീഫ് റിബ് കിട്ടിയില്ല. അജീഷിന് ഫീലിങ്സ് ഉണ്ടോ അതിൽ? എനിക്ക് ഫീലിങ്സായി. എനിക്കൊന്നും കഴിക്കണമെന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കഴിച്ചത്, അതുകൊണ്ടാണ് ഒരു ആഗ്രഹം വന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് മൈസൂർ റൂട്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്രോൾ പമ്പിൻ്റെ പേരെന്താ പറഞ്ഞെന്ന് ഗ്രീസ് അടിക്കാൻ? ഗീതാഞ്ജലി. നിനക്ക് ഓർമ്മശക്തി ഉണ്ടല്ലോ. നിനക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ട്? 10ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ട്? നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ നിനക്ക്. മാർക്ക് കുറവാണെങ്കിൽ ആ ടീച്ചറെ പോയി ഒന്ന് കാണാനാ. അന്ന് നിനക്ക് മാർക്ക് ഉറപ്പിച്ചത് നിന്നെ തോപ്പിച്ചതായിരിക്കും ബലമായിട്ട്. അല്ലാണ്ട് നിനക്ക് അറിവില്ലായ്മ കൊണ്ട്, ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല. ആ മീനാക്ഷി അല്ല എന്നത്തെ പമ്മിൻ്റെ പേര് വീണ്ടും മറന്നു. ഗീതാഞ്ജലി കണ്ട? അത് എൻ്റെ ഏതോ പഴയല്ല, എൻ്റെ പേരാന്നുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. പടപടയെന്ന് പറയുന്നുണ്ട് വേണ്ട അല്ലേ? പെണ്ണ് വീഡിയോ കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാണ്ടിരുന്നാൽ മതി. സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ ഉള്ളിക്കട തന്നെയാണ് വണ്ടികളൊക്കെ പാസ് ചെയ്യണത്. ഐസ്ക്രീമിൻ്റെ വണ്ടിയാണോ? വീൽ കപ്പ് കണ്ടില്ലേ? ആണോ? നമുക്ക് കാറ്റ് അല്ലെങ്കിൽ ഒരു എഴുതി വെച്ചാൽ മതി, വീൽ കപ്പുമ്മ കുറച്ച് കാറ്റ് ഉള്ളിലേക്ക് പോകണമെന്ന്. എല്ലാം പുറത്ത് തട്ടിപ്പോകരുത്, കുറച്ച് ഉള്ളിൽ പോകണമെന്ന്. ടാറ്റയുടെ നാമാവിശേഷമായി പോയ കാറാണിത്. ഇവിടെ ഒരെണ്ണം കണ്ടു, ടാറ്റ മാൻസ. ഇൻഡിക കഴിഞ്ഞിട്ട് ഇറങ്ങിയ സാധനമായിരുന്നു, പക്ഷെ ഇതിപ്പോൾ ആരും മേടിക്കില്ല. ബെൻസിൻ്റെ ഒരു ചെറിയ കോപ്പിയൊക്കെ ആയിട്ട് വന്ന സാധനമാണ്. എന്താ നോക്കി, ഒരു കാലഘട്ടത്തിൽ ഒരു സാധനം ഭയങ്കര പുലിയാവും, പിന്നെ ഇത്തിരി കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടി ആദ്യം പെട വണ്ടിയാ, അല്ലക്കാൻ പറ്റിയ വണ്ടിയാന്നൊക്കെ പോലീസുകാർ പെട്ടക്കാണ് പറയണത്. വേഗം പെട്ടച്ച് പഠിച്ച് ബ്ലോക്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്പീഡിൽ എടുത്തിട്ട് അപ്പം ചീത്ത ചായ തിരക്കായി പോയി. ഓട്ടോറിക്ഷക്കാർക്ക് എന്തായാലും നമ്മുടെ സൈഡ് മിറർ കളയാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? അത്ര ഹൈറ്റില്ല. ആളിതൊന്നും അറിഞ്ഞില്ല, ആള് വീടിന്റെ ഉള്ളിലാന്ന് ചോദിച്ചാൽ നടക്കണേ. ഗ്രീസ് അടിക്കാൻ തപ്പി നടന്ന് മടുത്തു. ഇവിടുത്തെ ആളാണെങ്കിൽ ഇതിവിടെ ഒരാളുണ്ടായിരുന്നു, അയാളിന്ന് പണിയില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടികൾ കുറവാന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ഇനി അടുത്തൊരു വളവുണ്ട് അവിടെ, ആ വളവിൽ ഒരാളെ കാണുമെന്നാണ് ഉണ്ടാവുന്ന പറഞ്ഞത്. അജീഷ ഇതിൻ്റെ ഒരു വളവ് കാണും, ആ വളവിൻ്റെ അവിടേക്ക് പോട്ടെ, അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആൾ പണിയില്ലാണ്ട് വീട്ടിൽ പോയിന്ന്. പോവാ, മൈസൂർ റൂട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാനും അജീഷും കൂടി പറ്റിയില്ലെങ്കിൽ മൈസൂർ കറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ മൈസൂർക്ക്, അല്ലേ അജീഷ? വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം, അത് നല്ലത്. അങ്ങനെ പെർമിറ്റ് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ ഷോറൂം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ് അടിക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു നോക്കാം. ഇത് സുൽത്താൻ ബത്തേരിയിലെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമാണ് കേട്ടോ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇത് ശരിക്കും വരുന്നത് മൈസൂർ റൂട്ടിലാണ്. മൈസൂർ റൂട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഭാരത് ബെൻസിൻ്റെ ഷോറൂം. സാധാരണ ഒരു ചെറിയ ഷോറൂമാണ്, നമ്മുടെ തൃശ്ശൂരത്തേൻ്റെ ഒക്കെ ഒരു കാൽഭാഗമുള്ളൂ. എന്നാലും വണ്ടികളൊക്കെ ഉണ്ട്, ഫുൾ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൊതുവേ വണ്ടികൾ കുറവായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മുടെ പുറത്തെ ഹൈവേയിൽ പോകുന്ന വണ്ടികൾ അങ്ങനെ അത്രയധികം ഭാരത് ബെൻസിൻ്റെ കളിയൊന്നും ഉണ്ടാവില്ല. ലോക്കലിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ അപൂർവ്വം വണ്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സർവീസ് സെൻറ്റർ ലേശം ചെറുതാണ്. അങ്ങനെ നമ്മളെ വണ്ടി സുൽത്താൻ ബത്തേരി
ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലും കയറ്റിയിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വലിയ പറഞ്ഞ പോലെ തന്നെ ഒരു കുറവ് പോലത്തെ ഫീൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ്. അപ്പോൾ എന്താണെന്നുള്ളതൊന്നും അറിയാമല്ലോ, അതിപ്പോൾ ഈ കയറ്റം കയറി വരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. എന്നാലും എല്ലാം ഇങ്ങനെ തന്നെയാണോ, അതിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ തന്നെയാണോ, എക്സെട്ര കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു പവർ ഇത് തന്നെയാണോ ഫീൽ ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യും. എന്ത് സംഭവം നമ്മുടെ ചെക്ക് ചെയ്യണമെങ്കിലും ഇതിനകത്ത് ഈ സാധനം അങ്ങോട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ അങ്ങോട്ട് തെളിയും. അപ്പോൾ അതനുസരിച്ചാണ് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സ്പീഡ് ഗവർണർ സെറ്റ് ചെയ്തതിൽ എന്ന് നോക്കുകയാണ് കേട്ടോ ചേട്ടൻ്റെ പേര് ചേട്ടാ? ഇയാസ്. ഇയാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇവിടെ തന്നെയാണ് വീട്? വയനാട്ടിൽ തന്നെ. ഇത് കുറേ നാളായി തുടങ്ങിയിട്ട് ഷോറൂം പുതിയതാണോ? 5 വർഷമായില്ലേ? പക്ഷേ തീരെ ചെറുതല്ലേ ഷോറൂം? അപ്പോൾ അതിന് അനുസരിച്ചുള്ള തിരക്ക് കുറവാണെന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ വലുതാക്കൂല. 5 വർഷം നമ്മളേക്കും പെട വലിയ സ്ഥലം എടുക്കേണ്ടതല്ലേ? ഭാരത് ബെൻസൊക്കെ ഇങ്ങനെ ചെറിയ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ. ഉണ്ടല്ലേ? കാരണം ഫുള്ള് വണ്ടികളല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ എന്താ പ്രശ്നം എന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയണേ, ഇനീഷ്യലുള്ള പവർ കൂടില്ല. അത് എല്ലാ വണ്ടിയുടെയും ഈ സെൻസർ ടൈപ്പ് ആക്സിലേറ്റർ ആയതുകൊണ്ട് തന്നെ കൊടുത്ത അപ്പം തന്നെ വണ്ടി ലൈലൻഡിൻ്റെ പോലെ ഇങ്ങനെ കുതിച്ച് നിൽക്കില്ല. അത് ഡൗൺ ആയിട്ട് തന്നെ കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പവർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയും ഒരേപോലെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. പേര് വന്നപ്പോൾ നോക്കിയപ്പോൾ അത് തന്നെയാണ്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ സെൻസറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇതാണ് സംഭവം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കുള്ള ഇത് വെച്ചാൽ എല്ലാ വണ്ടി ഇങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ആണെങ്കിൽ പിന്നെ ഇത്ര ഓടിയിട്ടുള്ള വണ്ടിയല്ലേ, അത് വിചാരിച്ച് വലിയും കാര്യങ്ങളൊന്നും നമുക്ക് കുറവില്ല. ഈ നിർത്തി എടുക്കുമ്പോഴത്തെ ഒരു വലിയ കുറവും, പിന്നെ അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും വലിയൊരു കയറ്റം വന്നു കഴിയുമ്പോൾ നമ്മൾ നിർത്തി ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനെ വരുമ്പോഴത്തെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സാധാ സ്ഥലത്ത് നിർത്തി എടുക്കുമ്പോഴൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും അജീഷ് ബാക്ക് എടുക്കട്ടെ. നമ്മൾ നേരത്തെ പാസ് ചെയ്തിട്ടുള്ള ടൗൺ വീണ്ടും അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയ കാരണേ തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അത് ക്രോസ് ചെയ്യാണ്ട് രക്ഷയില്ല. അപ്പോൾ ആ ട്രാഫിക് മുഴുവൻ നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വന്നു. വെളിച്ചമുള്ള സമയത്ത് താമരശ്ശേരി ചുരം അങ്ങോട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കാര്യം നടന്നില്ല. വെളിച്ചം മറയണോട് കൂടിയായി. ഇപ്പോൾ നമ്മൾ അവിടെ എത്തണ സമയം ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇനി ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുറേ അല്ലറ ചില്ലറ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നിട്ട് നേരം വൈകിട്ടാണ്. ഇനി ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാം. ചായ കുടിച്ചു, നേരം വൈകി. ഇനിയിപ്പോൾ നേരെ നമ്മൾ താമരശ്ശേരി ചുരം രാത്രിയിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. കാരണം നമ്മൾ പകലല്ല ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ രാത്രിയിൽ ഞാൻ ഓടിച്ച് ഇറക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമരശ്ശേരി ചുരം ഇങ്ങനത്തെ വലിയ വണ്ടി ഓടിച്ച് പോയിട്ടില്ല. അപ്പോൾ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ രാത്രി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ പേടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് പോകണമല്ലോ. അത് തന്നെ നമുക്ക് നേരിലുള്ള വണ്ടി എടുത്ത് അങ്ങനെ നീങ്ങാം കേട്ടോ. അജീഷും വരുന്നുണ്ട്. അജീഷിനോട് നിർത്തി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അജീഷിനെ കൊണ്ട് പോവുകയാണ് നമ്മൾ. കാലിവണ്ടി ആകുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കടക്കടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും ബാക്ക് കിടന്നിട്ട്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നോക്കി മെല്ലെ ഇറങ്ങി പോകാം നമുക്ക്. താമരശ്ശേരി ചുരം ഇറങ്ങാനായിട്ട് നമ്മളങ്ങനെ രാത്രിയിലെ ലൈറ്റൊക്കെ കാണാൻ അടിപൊളിയായില്ല. പക്ഷെ നിർത്താൻ പറ്റില്ല. ലോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും നിർത്താൻ പറ്റില്ല. പെട്ടു അല്ലേ? നിർത്താൻ പറ്റായിരുന്നു അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ വിളിച്ചായാലും നോങ്ങിയുള്ളതായാലും ഒന്നും ക്ലിയർ ആവുമൊന്നുമില്ല. നമുക്ക് മെല്ലെ ഇറങ്ങാം. എന്തായാലും ക്ലിയർ ആവുന്നില്ല. ഭാരത് ബെൻസ് കൊഴിഞ്ഞതാണ് കേട്ടോ. കറക്റ്റ് ചുരത്തിൽ കയറണോടത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര പുതിയ വണ്ടി ആയാലും ഇതിപ്പോ BS4 ഒന്നുണ്ട് അല്ലേ? കണ്ടിട്ട് പുതിയ വണ്ടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോൾ വണ്ടി എന്തെങ്കിലും ആയാൽ പിന്നെ ഭാരത് ബെൻസാണെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ തന്നെ 4ാമത്തെ ഗിയറിലിട്ടിട്ട് എൻജിൻ ബ്രേക്ക് ഇട്ടിട്ട് അത്യാവശ്യം തോന്നുന്ന ഘട്ടത്തിൽ മാത്രം ബ്രേക്കുമ്പോൾ ഒന്ന് കാല് വെച്ചിട്ട് ഇറങ്ങണേ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മ് മുഴുവൻ ചൂടാവും. ഇറക്കല്ലേ, കാലുവണ്ടിയല്ലേ, അങ്ങനെ ബ്രേക്ക് വെച്ച് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ചില സമയത്ത് RPM ഒക്കെ അങ്ങനെ കയറി വരും. ചില ഭാഗങ്ങളിൽ 2 വണ്ടി പാസ്സാവണില്ല. അത് തന്നെ ചില സ്ഥലങ്ങളിൽ അറിയാവുന്നവർ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലാന്ന്. എന്താ വെച്ചാൽ അറിയില്ലാത്ത ആൾക്കാർ കാറുകാര് ആ വണ്ടി പാസ്സാവൂല്ല, ഊട്ടി പിടിച്ച് വരുകയും ബാക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മളൊന്നും കാര്യം കൊടുക്കാന്ന് വെച്ചാൽ ബ്രേക്ക് അത് കൂടുതൽ അതനുസരിച്ച് കൂടുതൽ ചവിട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നല്ല വഴിയാണെങ്കിൽ തന്നെ വണ്ടി ഗിയറിലങ്ങനെ ഇറങ്ങി പൊട്ടെന്ന് വിചാരിക്കുക. അതാകുമ്പോ പേടിക്കാനില്ലേ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഓവർ സ്പീഡായി പോകും. എന്നാലും കുഴപ്പമില്ല. താമരശ്ശേരി ചുരം അങ്ങനെ നമ്മള് ലോറി ഓടിപ്പിച്ച് ഇറക്കിയിട്ടാ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലമായി. കാരണം അന്ന് മുതൽ താമരശ്ശേരി ചുരം
മറ്റേ പപ്പു പറഞ്ഞപ്പോ അല്ലല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ ജീപ്പ് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പപ്പയൊക്കെ എന്റെ പപ്പയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുള്ള വഴിയാണ്. ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീടിന്റെ ഇവിടെ നമ്മുടെ കൂർഗ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അപ്പൊ ആ സമയം മുതൽ ഞങ്ങൾ ഈ വഴിക്കൊക്കെ വരുന്നതാ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ജീപ്പിൽ എന്റെ ചേട്ടനൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. അപ്പൊ ചേട്ടന് അതേപോലെ പപ്പയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവര് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഓടിക്കുന്ന സമയത്തേ പിന്നെ ഓരോ ലോറികളൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ലോറിയിൽ നമുക്ക്. പക്ഷെ അത് നോക്കിയ ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം, എത്ര കൊല്ലമായിട്ട് ഒരു 30 കൊല്ലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 30-35 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ ആഗ്രഹം സഫലമായത് മനസ്സിലായി. അല്ലാണ്ട് നമ്മൾ നാളെ തന്നെ നമുക്കൊരു ആഗ്രഹം ഈ സഫലമാവില്ല കേട്ടോ. അത് എന്ത് കാര്യമായാലും എനിക്ക് ഭയങ്കര സംതൃപ്തിയപ്പോ ഈ വണ്ടി ഓടിച്ചിറങ്ങുമ്പോ ഇല്ലേ ഒരു ആത്മസംതൃപ്തി, ഭയങ്കര സംതൃപ്തി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ 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 എന്താ പറയാ തുളുമ്പെന്ന് പറയും. വേറൊന്നല്ല, ഇപ്പൊ നമ്മൾ വണ്ടി ഒരുപാട് ഓടിക്കുന്നതാണ്. പക്ഷെ ഈ വഴിക്ക് ഇങ്ങനെ ചുരത്തിക്കണൊക്കെ ഓടിക്കുമ്പോ ഉള്ളൊരു രസം. പിന്നെ ഒരെണ്ണം ആഗ്രഹം ഉണ്ടായിരുന്നത്, ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു. ഏതായിരുന്നു അറിയടാ, നമ്മുടെ മറ്റേ ഇവിടെ എന്താ പറയാ കോയമ്പത്തൂരിന്ന് അങ്ങോട്ട് മേട്ടൂര് സത്യമംഗലം. എന്റെ പൊന്നോ, സത്യമംഗലം റൂട്ടില് ഇതിനും ടഫല്ലേ, എന്ത് ബുദ്ധിമുട്ടുള്ള റൂട്ടാണ്. അതങ്ങനെ ഓടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് ആഗ്രഹം മാറിയോ പ്രാവശ്യം ഇങ്ങനെ ബ്ലോക്കിൽ വേണ്ടിട്ടേ ഞാൻ കാറും കൊണ്ട് ഉള്ളിലേക്ക് കയറി ചെന്നോട് കൂടിയിട്ട് ലോറിക്കാർ മുഴുവൻ ഇടിക്കാൻ വന്നോട് കൂടിയിട്ട് എനിക്ക് ആഗ്രഹം തമിഴന്മാരൊക്കെ വണ്ടി എടുത്തതിന്റെ തല്ലാനെ വന്ന് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ റിവേഴ്സ് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ കുറെ കിലോമീറ്റർ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അല്ല ബാക്ക് ഇറങ്ങി വരണമെന്ന് ഞാന്. കാരണം ബ്ലോക്ക് ആയ സമയത്ത് നമ്മൾ കുത്തി കയറ്റി ഞങ്ങൾ കൊണ്ടു ചെന്നു. നോക്കിയേ ഈ മറ്റേ ഇതില്ലേ ടിപ്പറിന് മറ്റേ എക്സ്ട്രാ ഗിയർ ഒക്കെ ഉള്ള കാരണം അവർ ഓരോ പിടിപ്പിച്ച് അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ടല്ലേ. അത് ഇട്ടാ പിന്നെ അത് തന്നെയല്ലടാ, അതിന് വേറൊരു ഗുണം എന്തിട്ടാന്നറിയോ, നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് എടുക്കാൻ വേണ്ടി വേറൊരു ഗിയർ കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് പ്രശ്നമില്ലാന്ന്. നമുക്ക് നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് എടുക്കാൻ ഒരു ഗിയർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലച്ച് താങ്ങി എടുക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ശരിക്കും ഒരു ഗിയറിന് വേണം, വള്ളിക്കാനുള്ള ഗിയർ. എന്താ നിന്റെ അഭിപ്രായം? ഒരു ഗിയർ വേണം. ഇത് സാധാ ഗിയറിന്റെ ഉള്ളു നമുക്ക്, അത് പോരാ. അപ്പൊ ഭാരത് ബെൻസ് കമ്പനിക്കാർ സംഭവം കേൾക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഗിയറിനെയും കൂട്ടുക, ഫസ്റ്റ് ഗിയർ, ഐ ഗിയർ, സി ഗിയർ അല്ലേ, ആ ഗിയറെ കൂട്ടുക. ഞങ്ങൾക്ക് ഇതേപോലെയുള്ള ചുരങ്ങളിൽ വന്നാൽ ഇടാനാ, അല്ലെങ്കിൽ ഭാരത് ബെൻസിന്റെ മാനം പോകും മറ്റുള്ള വണ്ടിക്കാരുടെ മുന്നിൽ. അല്ല വണ്ടി കയറില്ല എന്നുള്ളതല്ല, പൊരിച്ച് കയറി പോണം എല്ലാവരും വെട്ടിച്ച് അല്ലേ. അങ്ങനെ വേണം. അല്ലാണ്ട് ഈ പഴയ കാലത്ത് ടാറ്റയിൽ അതിന്റെ പോലെ പറഞ്ഞിട്ട് വെട്ടിച്ചിട്ട് വല്ല കാര്യണ്ടാ. എല്ലാ വണ്ടിനേക്കാളും ഇത്രയധികം വില കൂട്ടിയിട്ട് ഭാരത് ബെൻസ് വിൽക്കണത്. അപ്പൊ എന്നാ ഇതിന് കൊടുക്കും, ഒരു ഗിയറിന് കൊടുക്കുക. നിരപ്പ് റോഡില് കാറല്ലേ, അപ്പൊ പിന്നെ ഒരു ഹൈ റേഞ്ചിലുള്ള ഒരു സാധനം നിരത്തവര് ഇത്തിരി പൈസ കൂട്ടിക്കോ. നമ്മൾ എടുക്കാൻ പോണില്ല എന്തായാലും പുതിയത്. താമരശ്ശേരി ചുരം അങ്ങനെ കഴിക്കും അല്ലെ. താഴത്ത് ഈ പള്ളിയുടെ അവിടെ എത്തി. ഈ പള്ളി മോളിൽ നിന്ന് നോക്കുമ്പോ എന്താ രസല്ലേ, കണ്ടാ ലോങ് സൈറ്റിൽ നിന്ന് പള്ളി മോളിൽ നിന്ന് നോക്കുമ്പോ ആക്കലേതേ മുതലേ കാണാം. യാതൊരു രസം എന്ന് പറഞ്ഞാലേ അടിപൊളിയായിട്ട് എന്തായാലും. ഇത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള സാധനം മോളിൽ നിന്ന്. ഇതിപ്പോ പണിതുള്ളതല്ലേ, അത് ആദ്യമേ മുതലുള്ളതാണോ? നമ്മളങ്ങനെ എത്തിയിട്ടുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? അടിവാരം. അടിവാരം എത്തിയിട്ട് നമ്മള് ഇനി നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാ? താമരശ്ശേരി താമരശ്ശേരി. ആയിക്കോട്ടെ, നമുക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കാനുള്ള സ്ഥലം കിട്ടിയിട്ട് അവിടെ ഒതുക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പൊ അങ്ങനെ ആഗ്രഹം തീർന്നു കേട്ടാ, ഓടിച്ച് താമരശ്ശേരി ചുരം. ഇനിയിപ്പോ കയറ്റം കയറുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ ഒരു കാലി ഒരു ട്രിപ്പ് പോവാം. രാജേഷ് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണ്ടെന്നാക്കി കേട്ടാ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിച്ചിട്ട് പോകാൻ കഴിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിളിച്ചപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പമ്പിൽ വണ്ടി പറഞ്ഞിട്ടുള്ള നാളെ രാവിലെ ആൾ കയറ്റാനായിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ താമരശ്ശേരിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ താമരശ്ശേരിയിൽ നാളെ ഇവിടുന്നാണ് ലോഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോയി അവിടെ ലഞ്ചിൻ്റെ പമ്പുണ്ട്, അവിടെ പോയി കുളിച്ച് വണ്ടി കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ കണ്ണം തുറക്കാൻ പറ്റുന്ന നല്ല സുഖ. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ അതിൽ എന്ത് ഭംഗിയായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ രാജേഷ് ഇവിടെ ഉണ്ട്, ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങളിത് എന്തായിരുന്നത്, റൈസോ എന്താ റൈസായിരുന്നു? ഗീ റൈസ് മേടിച്ച് കഴിച്ച് അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ.
നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വീഡിയോ ഇവിടെയൊക്കെ സെൻഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പുതിയ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.